ഞങ്ങൾ സോജില പാസിലെത്തി. നല്ല ക്ലൈമറ്റാണ്, മഴയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നു. പിന്നെ രക്ഷയില്ലാത്ത വ്യൂ. ഏത് സൈഡിൽ നോക്കുമ്പോൾ നല്ല കിടലൻ വ്യൂ ആണ്. അടിപൊളിയായിരുന്നു കേട്ടോ ഈ സോജില പാസിലേക്ക്. റോഡ് കുറച്ച് മോശമാണ്, പക്ഷേ അടിപൊളിയാണ്. ഇങ്ങോട്ട് വരുന്ന വ്യൂ പറഞ്ഞ ഒരേ സമയം പേടിയാവുകയും ചെയ്യും, അതേപോലെ തന്നെ നമുക്ക് കാഴ്ചകൾ കണ്ട് ഒരു രക്ഷയില്ല. ഭയങ്കര രസമാണ് ഇങ്ങോട്ടുള്ള ഡ്രൈവും. ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇങ്ങോട്ടേക്കൊക്കെ വന്നിരിക്കണം. അത്ര അടിപൊളിയാണ്. നല്ല ക്ലൈമറ്റ്, ഒരു 14-15 ഡിഗ്രി, നല്ല കാറ്റും. പൊളിയാ. ഈ സോജില പാസിൽ ഞാനും വിനീതും നമ്മുടെ വണ്ടി അങ്ങനെ സോജില പാസ് ചെയ്തു. ലേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും നമ്മളിന്ന് കാർഗിൽ വെച്ച് ഇന്നത്തെ ജേർണി അവസാനിപ്പിക്കും. ഞങ്ങൾ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ കാർഗിലിൻ്റെ മുന്നോട്ട് പോകും. എങ്ങനെയാണ് റോഡിൻ്റെ അവസ്ഥയും കാലാവസ്ഥയും നമ്മുടെ ആരോഗ്യാവസ്ഥയൊക്കെ നോക്കിയിട്ട്, കാരണം ഇവിടെ ഓക്സിജൻ്റെ അളവ് കുറവായതുകൊണ്ട് നമുക്കിങ്ങനെ ബോഡീനെ ടയർഡാവുന്ന രീതിയിൽ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ നോക്കിയിട്ട് എന്താ വെച്ചാൽ ചെയ്യും. അപ്പോൾ ഞാൻ വിനീതിന് കൈമാറി സീറ്റ്. അപ്പോൾ നോക്കാം. എനിക്ക് ചെറുതായിട്ട് ഓടുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കലക്കുന്നുണ്ട്. ഇതാണ് ദ്രാസ് എന്ന് പറഞ്ഞ ടൗൺ. അത്യാവശ്യം ചെറിയൊരു ടൗൺ ആണ്. കാർഗിൽ എത്തുന്നതിന് മുന്നെയാണ്. നമ്മളിത് പണ്ട് കാർഗിൽ യുദ്ധ സമയത്ത് ഒരുപാട് പറഞ്ഞു കേട്ടുള്ള പേരാണ് ഈ കാർഗിലും ദ്രാസും. സോ ഇതാണ് ദ്രാസ്. ദ്രാസ് കഴിഞ്ഞ് കാർഗിലേക്ക് പോകുന്ന വഴിയാണ്. എന്താ ഭംഗി! ഇതിവിടെ ഇവിടെ ഒരു പുഴ ഒഴുകുന്ന സൈഡിലൂടെ. കാര്യമായിട്ട് കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിർത്താനും വേണ്ടി പറ്റില്ല, കാരണം ഒരുപാട് ദൂരം ഓടാനുണ്ട്.